ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വ്ളോഗിൽ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണ് കേട്ടോ കവർ ചെയ്യുന്നത്. അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളതാണ് കേട്ടോ ഈ വ്ളോഗിൽ കാണിക്കുന്നത്. നമ്മൾ വന്നേക്കുന്നത് വീക്കെൻഡിലാണ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഷോപ്പിംഗ് ചെയ്യാൻ പോകുമ്പോൾ സാറ്റർഡേ സൺഡേ പോകുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. വീക്കെൻഡിൽ ഇവിടെ വരുമ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ കാർ പാർക്ക് ചെയ്യാൻ നമുക്ക് സ്ഥലം കിട്ടില്ല. ഇവിടെ ഞങ്ങൾ കുറച്ച് നീക്കി ഇൻഫെൻട്രി റോഡിൻ്റെ അവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നടന്നാണ് നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകുന്നത്. പണ്ടൊക്കെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ സ്ഥിരം ആളായിരുന്നു കേട്ടോ ഞാൻ. ഈ കാണുന്ന കമ്മത്ത് ഹോട്ടലില്ലേ, ഇവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാറുണ്ട്. ഇവിടുത്തെ മീൽസ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളിയാണ്. ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ ഇവിടെ അടുത്ത് തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ച് ഉണ്ട് കേട്ടോ, സെന്റ് മേരീസ് ബസിലിക്ക ചർച്ചാണ് കേട്ടോ. മിക്കപ്പോഴും അവിടേക്ക് പോകാറുണ്ട്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചർച്ചിൻ്റെ വഴിക്കൂടിയും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് കയറാം കേട്ടോ. സ്ട്രീറ്റിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ ഷോപ്പ് ചെയ്യാനുള്ള ഫുള്ള് മൂഡായിട്ടോ. സ്ട്രീറ്റിൻ്റെ നേരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മോസ്ക് കാണാം. എന്ത് വലുതല്ലേ. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഗേൾസിൻ്റെ ഷോപ്പിംഗ് ഏരിയ ആണ്. പിന്നെ ഇവിടെ ഇടയ്ക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. പണ്ടൊക്കെ ഇവിടെ ഒത്തിരി ബാർഗെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ ഇവരത് ഇവിടെ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചീത്തയേക്കും. നമുക്ക് നല്ല വില ടോപ്സ് കിട്ടുകയാണെങ്കിൽ വാങ്ങാം കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ നല്ലോണം ടൈം എടുക്കും. കുറേ തപ്പി നോക്കിക്കഴിഞ്ഞാൽ നല്ലതൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനൊരു 2 ടോപ്പും ഒരു പല്ലാസോ പാൻറ്റും ആണ് കേട്ടോ വാങ്ങിച്ചേ. അപ്പം നമ്മളിവിടെ 2 ടീഷർട്ടും പിന്നെ ഒരു പാൻറ്റാണ് കേട്ടോ എടുത്തത്. ഇവിടെ ഷോപ്പിങ്ങിന് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ വഴിയിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ്. ഇതുപോലെ പേരയ്ക്ക, വാട്ടർമെലൺ, പൈനാപ്പിൾ എല്ലാം ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇവർ ഈ പേരയ്ക്കയിൽ ഈ ഉപ്പും മുളകൊക്കെ തേച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്. കേട്ടോ, അടിപൊളിയാണ്. എനിക്കിതുപോലെ ഒത്തിരി തപ്പി നടന്ന് ഷോപ്പിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല മിക്ക ഗേൾസിനും ഇങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ പെട്ടുപോകുന്നത് ഹസ്ബൻഡും മോളാണ് കേട്ടോ. ഇന്ന് ആക്ച്വലി ഇവിടെ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് അവർ കൂടെയുണ്ട്. എങ്കിൽ ഞാൻ ഷോപ്പ് ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടി അവരെ പറഞ്ഞു വിടും. നമ്മൾ വേറൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല നല്ല ടോപ്സുകളുണ്ട്. ഇവര് നമ്മളോട് എല്ലാം ഫ്രീ സൈസാണ്, എല്ലാം പാകാവും എന്നൊക്കെ പറയും. എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചെടുക്കണം കേട്ടോ. നമുക്ക് എല്ലാ ഷോപ്പിലും എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. പക്ഷെ ഇത്രയും ദൂരം പിന്നെയും വന്ന് തിരിച്ചു കൊടുക്കലും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ എനിക്ക് പാകമായില്ലെങ്കിൽ സാൻഡിമോൾക്ക് എന്തായാലും പാകാവും എന്നറിയാം. അതുകൊണ്ട് എനിക്ക് ആ ടെൻഷൻ ഇല്ല കേട്ടോ. ഇവിടുന്ന് അപ്പം നമ്മൾ ഈ ടോപ്പാണ് കേട്ടോ വാങ്ങിച്ചത്. രണ്ടാമത്തെ ടോപ്പ് നമ്മൾ വാങ്ങിച്ചു. ഇപ്പം അവിടെ നിന്ന് നമ്മൾ 2 ടോപ്പ് വാങ്ങിച്ചു, ഇവിടുന്ന് ഒരു ടോപ്പ് വാങ്ങിച്ചു. അങ്ങനെ 3 ടോപ്പാണ് കേട്ടോ ടോട്ടൽ വാങ്ങിച്ചത്. ഒരു ഏരിയ നോക്കി കഴിഞ്ഞാൽ കമ്മലിന്റെ ഒത്തിരി ഷോപ്സുകൾ കാണാം കേട്ടോ. ഇവിടെ അത്യാവശ്യം നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ വുമൺ ഹാൻഡ് ബാഗ്സ്, പേഴ്സസ് എല്ലാം നമുക്ക് ചീപ്പ് റേറ്റ്സിന് ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ അടുത്തൊരു ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ടോപ്പ്. ഇത് ഞാൻ എടുത്തു കേട്ടോ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഷോപ്പിൽ തപ്പി നടന്നു കഴിഞ്ഞപ്പോൾ സാൻഡിമോൾക്ക് ഏകദേശം വയ്യാണ്ടായിട്ടുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ സ്വീറ്റ് കോണിൻ്റെ ചേട്ടനെ കണ്ടു കേട്ടോ. മീഡിയം മീഡിയം സാൻഡിമോൾക്ക് വേണോ? അങ്ങനെ അതെല്ലാം കഴിച്ചുകൊണ്ട് നമ്മൾ പതുക്കെ നടന്നു കേട്ടോ. ഒരു സത്യം പറയാലോ, ഇപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒന്നും ഷോപ്പ് ചെയ്യാറില്ല കേട്ടോ. കാരണം ഇപ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഓൺലൈനിലായാലും നമുക്ക് ഒത്തിരി ഐറ്റംസ് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മോസ്റ്റ്ലി വാങ്ങാറുള്ളത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറൊരു സ്ട്രീറ്റ് ഉണ്ട്. ബ്രാൻഡഡ് ഷോപ്സ് ആണ് കേട്ടോ. അവിടെ ചിലപ്പോൾ ഓഫേഴ്സും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ വാങ്ങിച്ചിരുന്ന ഈ ടോപ്സുകളിൽ ഇതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. ഇത്ര ചീപ്പിലൊന്നും നമുക്ക് എവിടെയും കിട്ടില്ല കേട്ടോ. ഇനി ഇതിനൊക്കെ നമുക്ക് കുറേ ടൈം എടുത്ത് തപ്പി നടക്കണം. പിന്നെ ചപ്പല്, ഷൂസിൻ്റെ ഒക്കെ ഒരു സ്ട്രീറ്റ് തന്നെയുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര അടിപൊളിയാണ്. പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേ ഒരു വൈബ് വേറെ തന്നെയാണ്. ഈ കാണുന്നതെല്ലാം ചപ്പലിൻ്റെ സ്ട്രീറ്റ്സ് ആണ്. ഒത്തിരി ഉണ്ട് കേട്ടോ. എന്തായാലും വന്നതാണല്ലോ, ഞങ്ങളൊരു ചപ്പല് വാങ്ങിച്ചിട്ടുണ്ട്.
അങ്ങനെ ഈ സ്ട്രീറ്റിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ ബ്രാൻഡഡ് ഷോപ്പിന്റെ സ്ട്രീറ്റില്ലേ, അതാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് ഉള്ളത് ബ്രാൻഡഡ് ഷോപ്സുകളാണ്. എനിക്കൊരു ഫംഗ്ഷനുള്ള കാരണം കൊണ്ട് തന്നെ ഒരു പ്ലെയിൻ സാരി വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സാരിയുടെ ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ടേ. ഈ ഷോപ്പിൽ കയറിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായേ, എല്ലാ മെറ്റീരിയൽസും ചിക്കൻകാരി വർക്കിലാണ് കേട്ടോ. പുള്ളിക്കാരൻ ഇട്ട് തന്ന സാരികളുടെ വില കേട്ടപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടിയിട്ടു. എല്ലാം 10,000-ന്റെ മേലെയാണ്. നമുക്ക് സാരീസ് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല സാരി നമുക്ക് കിട്ടുമോ നോക്കാം. കല്യാണം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ കല്യാണിലേക്ക് പോകാം. കിട്ടുമോ നോക്കാം നമുക്ക്. ഇവിടെ കല്യാണം തപ്പി നമ്മൾ നടക്കാണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ ജയലക്ഷ്മിയിലും ഷീമാട്ടിയിലൊക്കെ എത്താണെങ്കിൽ ഇഷ്ടം പോലെ സാരി കിട്ടിയാനെ. സാരി ഷോപ്പിങ്ങിന് നമ്മുടെ നാട് തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. നമ്മൾ ഫംഗ്ഷൻ്റെ തലേദിവസമാണ് അവിടെ എത്തണേ. അത് കാരണം അവിടെ ചെന്ന് ഷോപ്പിംഗ് ചെയ്യൽ നടക്കില്ല. ഫൈനലി നമ്മൾ കല്യാണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ടൈം ഓൾമോസ്റ്റ് 9:45 ആയിട്ടുണ്ട്. ഷോപ്സ് എല്ലാം ക്ലോസ് ചെയ്യാനുള്ള ടൈമായി. സാരികൾ കുറച്ച് കണ്ടെങ്കിലും എനിക്കൊന്നും ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ പ്ലെയിൻ സാരി എടുത്തു. ഞാൻ ഈ സാരി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. ഈ ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ എടുത്ത്. ബ്ലൗസിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വെച്ച് നോക്കിയെങ്കിലും എനിക്ക് ഇതേ സെയിം പാറ്റേണിലുള്ള ബ്ലൗസ് ഉണ്ട്. പിന്നെ ഞാൻ സാരി മാത്രം എടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി. ഇതിൻ്റെ ബ്ലൗസ് കിട്ടിയത് സോച്ചിൽ നിന്നാണ് കേട്ടോ. ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഷോപ്സൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആവാറായേ. സമയം ഏകദേശം 10 മണിയായിട്ടോ. ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ മെഗ്ഡിയിലേക്കാണ് കേട്ടോ പോകുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ബർഗറും റാപ്പും എല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 30-35 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ ആൻഡ് ടേക്ക് കെയർ.